ഇസ്രാഉം മിഅ്റാജും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിസ്മരണീയ അധ്യായങ്ങളാണ്. വിശ്വാസത്തിന്റെ അതിർവരമ്പും ആരാധനയുടെ മൂല്യവും രൂപഭാവങ്ങളും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത സ്ഥാനവും അടയാളപ്പെടുത്തുന്നതായിരുന്നു ആ യാത്ര. ഇസ്രാഇനെ ഭാഷാന്തരം ചെയ്ത് നിശാ പ്രയാണമെന്ന് വായിക്കാമെങ്കിലും മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ഖുദ്സ് നഗരത്തിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെയുള്ള പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണ് അതിന്റെ സാങ്കേതികാർത്ഥം. മിഅ്റാജിന്റെ വിവക്ഷ വനാരോഹണവും യാത്രാ സാഹചര്യം യാത്രയുടെ ലക്ഷ്യത്തെ വിളിച്ചോതുന്നതാണ്. കേട്ട് പരിചയമില്ലാത്ത ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള പ്രവാചകരുടെ ക്ഷണത്തിന് മക്ക ഖുറൈശികളുടെ പ്രതികരണം ആക്ഷേപവും പരിഹാസവുമായിരുന്നു. ദീനിലേക്ക് ആളെ കൂട്ടാൻ പുതിയ മേച്ചിലിടങ്ങൾ അന്വേഷിച്ചിറങ്ങി ത്വായിഫിലെത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷവും മക്കയിൽ നിന്നും ഭേദപ്പെട്ടതല്ലായിരുന്നു. തെരുവു കുട്ടികളെ ഉപയോഗിച്ച് അവർ പുണ്യവേനിയിൽ കല്ലെറിയുക വരെ ചെയ്തു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ ആഴത്തിൽ വ്രണപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരുന്നു ചുറ്റിലും. ആദ്യകാലങ്ങളിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ വിരിച്ച് കരുത്തു പകർന്നിരുന്ന പിതൃവ്യൻ അബൂ ത്വാലിബിന്റെയും പ്രിയ സഖി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വേർപാട് ത്വായിഫ് യാത്രയുടെ മുമ്പായിരുന്നു. ഇത് റസൂലിന്റെ ഹൃദയത്തെ കൂടുതൽ നോവുന്നതാക്കി. വിഷാദം ഘനീഭവിച്ചു. അസ്വസ്ഥത മനസ്സിനെ വിരിഞ്ഞു മുറുക്കി. മാനസികോല്ലാസത്തിന് യാത്ര പരിഹാരമാണെന്നതിന് തിയറിക്കപ്പുറം അനുഭവങ്ങൾ എല്ലാവർക്കും തെളിവുകളാണ്. ഈ വേപതു നിറഞ്ഞ സാഹചര്യത്തിലാണ് സാന്ത്വനത്തിന്റെ മഞ്ഞുകണങ്ങളാൽ മനസ്സിനെ കുളിരണിയിക്കാനായി ഒരു രാത്രി മസ്ജിദുൽ ഹറമിൽ ഉറങ്ങാൻ കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് കൂടെ കൂട്ടുന്നത് പിതൃവ്യപുത്രി ഉമ്മു ഹാനി ബിൻതു അബീ ത്വാലിബിന്റെ വീട്ടിൽ നിന്നാണെന്നും കഅബയുടെ സമീപം ഹിജ്ർ ഇസ്മായിൽ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും പിതൃവ്യപുത്രൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെയും മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുമ്പോഴാണെന്നും ചരിത്രത്തിൽ വിരചിതമായ മറ്റഭിപ്രായങ്ങളാണ്. എല്ലാം മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച സൃഷ്ടാവിൽ ലയിക്കുകയും സമാന അനുഭവങ്ങളുള്ള മുൻകാല പ്രവാചകന്മാരെ സന്ധിക്കുകയും ചെയ്താൽ ഒലിച്ചില്ലാതാകുന്നതായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളം കെട്ടിനിന്ന വിഷാദകൂപങ്ങൾ. സൂറത്ത് ഇസ്രാഇന്റെ പ്രഥമ സൂക്തത്തിന്റെ ഒടുക്കം ഈ ആശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. പ്രസ്തുത സൂക്തം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. തന്റെ ഹബീബിനെ ഭൂമിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ശത്രുക്കളുടെ ആക്രോശങ്ങൾ കേൾക്കുന്നുണ്ട്. അഥവാ പീഡനങ്ങളുടേതാണ് ലോകമെന്ന് നിനക്കരുത്. ഭൂമിയിൽ പീഡനമുണ്ടെങ്കിലും ആകാശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി കാത്തിരിക്കുന്നു. അന്തിമ വിജയം പുണ്യ റസൂലിനൊപ്പമാണ്. ഇസ്രാ മിഅ്റാജ് ഒരു പഠന പര്യടനം തന്നെയായിരുന്നു. അല്ലാഹുവിന്റെ ഒട്ടേറെ കുറിമാനങ്ങളും പ്രാപഞ്ചിക രഹസ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലുടനീളം ദർശിക്കുകയുണ്ടായി. ഇസ്രാഇനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സൂറത്ത് ഇസ്രാഇന്റെ ആദ്യ സൂക്തത്തിൽ തന്നെ യാത്രയുടെ ലക്ഷ്യം അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പരിവർത്തിക്കപ്പെടുന്നത് കാണേണ്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭൗമപരിധി വിട്ട് ആകാശ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത്. കാരണം ഭൂമിയുടെ കാഴ്ചയുടെ നിയമമല്ല വാനലോകത്തേത്. ഇവിടെ അദൃശ്യമായത് അവിടെ ദൃശ്യമാവും. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ആകാശാരോഹണം നടത്തിയെന്ന് പറയുന്നില്ല. മറിച്ച് യാത്രയുടെ സർവ്വമഹത്വവും ചേർത്തി പറയുന്നത് സർവശക്തനായ നാഥനിലേക്കാണ്. ദിവസങ്ങളുടെ വൈദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് ഏഴാനാകാശവും അതിനപ്പുറവും പോയി ഒറ്റ രാത്രി കൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിയെത്തിയ വിവരം മക്കയിൽ വ്യാപകമായപ്പോൾ ഖുറൈശികളുടെ എതിർപ്പ് ശക്തമായി. കൂടെയുള്ള ബലഹീന വിശ്വാസികൾ സത്യദീൻ വലിച്ചെറിഞ്ഞു. കേവലം സ്വപ്ന വിവരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്ക് മുമ്പിൽ വിവരിച്ചതെങ്കിൽ തുടർന്ന് നടന്ന ഖുറൈശികളുടെ ശക്തമായ എതിർപ്പിനും പരിഹാസത്തിനും അത് മതിയായ കാരണമാവുന്നില്ല. പുതുതായി ചേർന്നവരുടെ വിശ്വാസത്തിന്റെ ബലവും ആഴവും അല്പമാണെങ്കിലും വിശ്വാസത്തിന്റെ അളവ് പോൽ ഒരു സ്വപ്നം മാത്രമാകുന്നതിലെ അനൗചിത്യവും ചെറുതായതല്ല. ഇസ്രാ മിഅ്റാജ് ഉടലോടെയാണെന്നതിന്റെ മറ്റൊരു വലിയ തെളിവാണ് ഖുദ്സ് പാത്രിയാർക്കീസിന്റെ വിവരണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹമ്മദിന്റെ പുതിയ പ്രസ്ഥാനത്തെയും ഇകഴ്ത്താൻ പഴുതന്വേഷിച്ച് നടന്നിരുന്ന അബൂ സുഫിയാൻ വീണു കിട്ടിയ ആയുധം പരമാവധി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. ഖുദ്സ് ചക്രവർത്തി കൈസറിനോട് അബൂ സുഫിയാൻ പറഞ്ഞു: മുഹമ്മദിന്റെ വാദങ്ങൾ വ്യാജ സൃഷ്ടിയാണെന്നതിന് അങ്ങേക്ക് മുമ്പിൽ ഞാൻ തെളിവ് സമർപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെയുള്ള ഈലിയ പള്ളിയിൽ വരികയും അതേ രാത്രി തന്നെ നാട്ടിൽ തിരിച്ചെത്തിയെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെടുന്നു. ഈ സമയം ഈലിയയിലെ പാത്രിയാർക്കീസ് കൈസറിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ വിവരണം കേട്ട് പാത്രിയാർക്കീസ് പറഞ്ഞു:
അയാൾ പറഞ്ഞ രാത്രി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾക്ക് എന്തറിയാം? പാത്രിയാർക്കീസ് പറഞ്ഞു, പള്ളിയുടെ മുഴുവൻ വാതിലുകളും അടച്ചതിന് ശേഷമേ ഞാൻ സാധാരണ ഉറങ്ങാൻ പോകാറുള്ളൂ. അന്ന് രാത്രി എല്ലാ വാതിലുകളും പതിവ് പോലെ അടക്കാൻ തുനിച്ചപ്പോൾ ഒന്നു മാത്രം അടക്കാൻ സാധിച്ചില്ല. ജോലിക്കാരെയും മറ്റും സഹായത്തിന് വിളിച്ചെങ്കിലും ശ്രമം വിഫലമായി. തുടർന്ന് ഞാൻ ആശാരിമാരെ വിളിച്ചു വരുത്തി. പ്രഭാതം പുലർന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു അവരുടെ പ്രതികരണം. വാതിൽ തുറന്നു തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ പള്ളിയിലെത്തി നോക്കിയപ്പോഴാണ് തലേ രാത്രി വാതിലടയാത്തതിന്റെ രഹസ്യം മനസ്സിലായത്. പള്ളിയുടെ ഒരു മൂലയിലുണ്ടായിരുന്ന കല്ലിന് സുഷിരം വീണിരിക്കുന്നു. മൃഗത്തെ കെട്ടിയിട്ട അടയാളവും എനിക്കിവിടെ ദർശിക്കാനായി. ഞാൻ അനുയായികളോട് പറഞ്ഞു, ഒരു നബിക്ക് വേണ്ടിയാണ് ഇന്നലെ രാത്രി വാതിലടക്കാനാവാതെ തുറന്നു കിടന്നത്. നമ്മുടെ പള്ളിയിൽ രാത്രി അദ്ദേഹം നമസ്കരിച്ചിരുന്നു. ഇസ്രാ മിഅ്റാജ് വേളയിൽ ഉന്നത സ്ഥാനീയരായ പല പ്രവാചകരെയും മലക്കുകളെയും ബൈത്തുൽ മുഖദ്ദസിലും വാനലോകങ്ങളിലും വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദർശിക്കാനായതും അവരുമായി സംവദിക്കാൻ സാധിച്ചതും ഈ യാത്രയുടെ നിസ്തുല്യതയെ ദ്യോതിപ്പിക്കുന്നു. ഓരോ ഘട്ടത്തിലും അവർ നൽകിയ ഊഷ്മള സ്വീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ അടയാളപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നതുമായിരുന്നു. ജീവിതത്തിൽ മാർഗരേഖയാകേണ്ട വ്യവസ്ഥാപിതമായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പ്രദാനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ രാവിൽ ദർശിച്ചത്. മിഅ്റാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂക്തം തുടങ്ങുന്നത് താരകത്തെ സത്യം ചെയ്തുകൊണ്ടാണ്. കേവലം ഒരു സൃഷ്ടിയെ എടുത്തു ധരിക്കുന്നതിനപ്പുറം നക്ഷത്രം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴി കാണിക്കുന്ന സത്യസരണയുടെ ശോഭയെ പ്രകാശിപ്പിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വലോകത്തിനും ആ രാത്രി വെളിച്ചമാകുകയായിരുന്നു. നക്ഷത്രം വേഗതയുടെ അടിസ്ഥാന ശാസ്ത്രം മനുഷ്യനെയും പഠിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തിലേറെ കിലോമീറ്ററാണ് പ്രകാശത്തിന്റെ വേഗതയെങ്കിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറെ വേഗതയിലാണല്ലോ സഞ്ചരിച്ചിരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.